നീയാരുടെ എന്നോട് പാസ് ചെയ്യിക്കാൻ പിണറായി മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരനാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരന് മർദ്ദനം. മയ്യിൽ സ്വദേശി പവനനാണ് മർദ്ദനമേറ്റത്. പ്രവേശനത്തിന് പാസ് ചോദിച്ചതിനാണ് ഒരു യുവാവ് തന്നെ മർദ്ദിച്ചതെന്ന് പവനൻ പറഞ്ഞു. വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഉള്ളിൽ പോകണം, 4ാമത്തെ നിലയിൽ പോകണം പറഞ്ഞു. ഞാൻ പറഞ്ഞു 4ാമത്തെ നിലയിൽ പോകണമെങ്കിൽ പാസ് എടുക്കണം. അപ്പോൾ അവൻ തിരിഞ്ഞ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നീയാരുടെ എന്നോട് പാസ് ചെയ്യിക്കാൻ പിണറായി മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പാസ് എടുക്കാൻ എനിക്ക് മനസ്സിലാവും. പാസ് എടുക്കാതെ പോകാൻ പറ്റില്ല, കാരണം ഒരു നിയമമാണ്. എല്ലാവർക്കും പാസ്, ഒരാൾ പാസ് എടുത്തില്ലെങ്കിൽ വരുന്നവരാരും പാസ് എടുക്കില്ല. ഞാൻ പറഞ്ഞത് പറ്റില്ല, പാസ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുട്ടിയെ കാണിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കുട്ടീനെ കാണിക്കാൻ പോകുന്നത് നമുക്ക് തടയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കുട്ടീനെ കാണിക്കാൻ പറ്റില്ല. അത് നേരെ താഴെ അമ്മയും കുഞ്ഞും ബ്ലോക്കിലാണ് പോകുന്നത്. പക്ഷേ ഇപ്പം പോയത് ലിഫ്റ്റിനെടുത്തില്ല. ഞാൻ പറഞ്ഞു വാർഡിൽ പോകണമെങ്കിൽ പാസ് എടുക്കണം. അപ്പോൾ അവൻ എന്നെ തെറി പറയുന്നത്. ഞാൻ പറഞ്ഞു മോനെ തെറി പറയരുത്, തെറി പറയുന്നത് നല്ലതല്ല. ഞാൻ അതിനെ പറ്റി തെറി പറയില്ല, അത് നല്ലതല്ല. ചെറിയ അവൻ പെട്ടെന്ന് ഞാൻ തള്ളി കളഞ്ഞു. തള്ളുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്തു. കാരണം നമ്മളൊരു അറ്റാക്കിന് ഏൽക്കുന്നില്ല, നമ്മൾ സാധാരണ ഒന്നും പറയില്ല. അവൻ തള്ളിയപ്പോൾ എനിക്ക് ഇതില്ല. അപ്പോൾ വീണപ്പോൾ ഒരു ക്യാബിനിൽ കൈയടിച്ച് ഇതാക്കി. ഇതാണ് സംഭവിച്ചത്. വേറെ ജീവിതത്തിൽ സംഭവിച്ചത്. 11 10:55 11 മണി രാവിലെ. എങ്ങനെയാന്ന് വെച്ചാൽ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പാസ് എടുത്ത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം നടന്നത്. അത്യാഹിത വിഭാഗത്തിലെ 4ാം നിലയിലേക്ക് പോകാൻ വന്ന ദമ്പതികളോട് പവനൻ പാസ് ചോദിച്ചു. ഇത് ഇഷ്ടമാകാതിരുന്ന യുവാവ് താനാരാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണോ പാസ് കാണിക്കാനെന്ന് ചോദിച്ച് ആക്രോശിച്ചു. പിന്നീട് യുവാവ് അസഭ്യവർഷം നടത്തിയപ്പോൾ ഈ ഭാഷയിൽ ഇവിടെ സംസാരിക്കാനാകില്ലെന്നും അതിക്രമിച്ച് കടക്കാനാകില്ലെന്നും പവനൻ പറഞ്ഞു. ഇതോടെ കൂടുതൽ പ്രകോപിതനായ യുവാവ് പവനനെ ആക്രമിക്കുകയും ആഞ്ഞു തള്ളുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ പവനന്റെ വിരലിന് പരിക്കേറ്റു. സംഭവത്തിൽ സുരക്ഷാ ജീവനക്കാരൻ പോലീസിന് പരാതി നൽകി. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.